മന്നം സമാധിയിൽ നേതാക്കൾക്ക് പുഷ്പാർച്ചനയ്ക്ക് അനുമതി നിഷേധിച്ചതാണ് NSSും BJPയും തമ്മിലുള്ള നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണം. അതിന് സമാന്തരമായി ഇപ്പുറത്ത് സുകുമാരൻ നായരും മുഖ്യമന്ത്രി VD സതീശനും തമ്മിലും ഒരു തർക്കം നടക്കുകയാണ്. അതും ഒരു അനുമതി സംബന്ധിച്ചാണ്. മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി തേടിയെങ്കിലും തന്നില്ലെന്നതാണ് സതീശനോടുള്ള സുകുമാരൻ നായരുടെ പ്രശ്നത്തിന് കാരണം. കഴിഞ്ഞ മാസമാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തു വന്നത്. NSS ബജറ്റ് യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുമതി നിഷേധിച്ചിട്ടുള്ള അതൃപ്തി ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തുറന്നു പറഞ്ഞത്. ആ വിവാദത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി കിട്ടിയത് ഇന്ന്. താൻ അനുമതി നിഷേധിച്ചിട്ടില്ലെന്നും ആ വാർത്ത തെറ്റാണെന്നും സതീശൻ വ്യക്തമാക്കുന്നു. ബജറ്റ് രൂപീകരണത്തിന്റെ തിരക്കിനിടയിലാണ് തന്റെ ഓഫീസിൽ വിളി വന്നത്. തിരക്കുകൾക്ക് ശേഷം തിരിച്ചു വിളിച്ച് നമുക്ക് കാണാമെന്ന് പറഞ്ഞ സൗഹാർദ്ദത്തോടെയാണ് സംഭാഷണം അവസാനിപ്പിച്ചതെന്ന് കൂടി പറയുന്നുണ്ട് മുഖ്യമന്ത്രി. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളെല്ലാം അപ്പാടെ തള്ളിക്കളയുകയാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. മുൻ മുഖ്യമന്ത്രിമാരൊന്നും ഇങ്ങനെ പെരുമാറിയിട്ടില്ലെന്ന വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. ഇനി തനിക്ക് കാണാൻ താല്പര്യമില്ലെന്നും പറയുന്നു സുകുമാരൻ നായർ. അടുത്തിടെ ഹിന്ദു ഐക്യവേദി നേതാക്കളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് വിവാദമായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് NSSന് അനുമതി നൽകാഞ്ഞതെന്ത് എന്ന ചോദ്യം മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ താൻ ആരെയും കാണുമെന്നും അതിലെന്താണ് തെറ്റെന്നും സതീശൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്ന ചോദ്യം ഇതിൽ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് എന്നാണ്. സുകുമാരൻ നായരാണോ അതോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണോ സത്യം പറയുന്നത് എന്നതിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും അനുമതി നൽകാത്തതിന്റെ പേരിൽ സുകുമാരൻ നായരും മുഖ്യമന്ത്രിയും ഒരേ സമയം വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇന്ന് സുകുമാരൻ നായർ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് നൽകിയ മറുപടി കാണാം. അവര് അണിമൂണോ ഏതാണ്ടൊക്കെ ഞാനൊന്നും പറയുന്നില്ല. സർക്കാരിന്റെ മൊത്തത്തിലാണോ ഈ ഒരു നിലപാടുള്ളത്, അത് മുഖ്യമന്ത്രിക്ക് മാത്രമാണോ? കാരണം സർക്കാരിന്റെ ബാക്കിയുള്ള മന്ത്രിമാരടക്കമുള്ളവർ NSSനോട് എങ്ങനെയാണ് ഈ കാലയളവിൽ പെരുമാറിയിട്ടുള്ളത്? അല്ല, അത് ജനങ്ങൾ തീരുമാനിച്ചിട്ടത്. VD സതീശന്റെ പ്രവൃത്തിയാണോ മുഖ്യമന്ത്രിയുടെ പ്രവൃത്തിയാണോ ഇത് എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. അത് പച്ചക്കള്ളാണ് പറഞ്ഞു. അനുമതി കൊടുത്തത് ഇതാണ്. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു എറണാകുളത്ത് വന്നാൽ കാണാം. എറണാകുളത്ത് ചെന്ന് കാണേണ്ടതല്ല എന്ന് ഞാൻ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയുകയും ചെയ്തു. എന്നാൽ ഞാൻ പറയാം എന്ന് മന്ത്രിയോട് ചോദിച്ചിട്ട് പറയാം എന്ന് അയാൾ പറഞ്ഞതിന് ശേഷം മന്ത്രിയും വിളിച്ചിട്ടില്ല, അയാളും വിളിച്ചിട്ടില്ല. അല്ല, അത് നിങ്ങൾ വിലയിരുത്തിക്കണം. അദ്ദേഹത്തിൻ്റെ ഇത്രയും മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് വിലയിരുത്താവുന്നതേ ഉള്ളൂ. ഈ മതസാമുദായിക സംഘടനകൾ അവരുമായി പല കൂടിക്കാഴ്ചകൾ നടത്തുന്നു, അവരെ പോയി കാണുന്നു. NSSനോട് മാത്രമാണോ ഈ ഒരു അകൽച്ചയുള്ളത്? അങ്ങനെ അല്ല, അത് വരാൻ കാര്യം എന്നാ വെച്ചാൽ ആ ഇലക്ഷൻ ഇവിടെ വന്ന് നമ്മളുടെ പിന്തുണ ആവശ്യപ്പെടുകയും നമ്മൾ പരസ്യമായി പിന്തുണ അവർക്ക് നാട്ടിൽ കൊടുക്കുകയും അതിൻ്റെ നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള അവിടെ യൂണിറ്റുകളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം കാര്യങ്ങളും അവരെല്ലാം സജീവമായിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ജയിക്കുകയും ചെയ്തു. അതിന് ശേഷമാണ് പെട്ടെന്ന് ഇങ്ങനൊരു വെളിപാടുണ്ടായത്. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അതാണ് ആയിരിക്കണം അദ്ദേഹം സൂചിപ്പിച്ചത്. അങ്ങനെയോടുള്ള പ്രശ്നം കൊണ്ടാണ് എന്ന് പറയാൻ കാര്യമൊന്നും ഊഹിക്കുന്നു. സെക്രട്ടറിയോട് പറഞ്ഞു, അത് അങ്ങയോട് നേരിട്ട് പറഞ്ഞു. എന്നോട് പറഞ്ഞു. ആദ്യമേ ഫോണിൽ അദ്ദേഹം എന്നോട് ആദ്യമേ സംസാരിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് അത് അയാൾ കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ, നമുക്ക് കാണണം എന്ന് പറഞ്ഞേച്ച് ഫോൺ താത്തു വെക്കാരും സാറേ. അല്ല വേറെ ഒരു കാര്യം എന്തിനാണ് നമുക്ക് എപ്പോഴാണ് സൗകര്യം? ഞാൻ ബഡ്ജറ്റിൻ്റെ തിരക്കിലാണ്, ഇതൊക്കെ പറയാമല്ലോ. അതൊന്നും പറഞ്ഞില്ല, വേറും കള്ളത്തിലാണ് പറയുന്നത്. ബാക്കിയല്ല. മുൻപുള്ള മുഖ്യമന്ത്രിമാരുടെ അടുത്ത് ഞങ്ങളുടെ നയം ഇത് തന്നെയാണ്. പക്ഷെ അവരാരും ഇങ്ങനെ പെരുമാറിയിട്ടില്ല.
അത് ആരണ്ട പറയുന്നത് കേട്ടു ഇങ്ങനെ പിണറായി വിജയൻ എന്താ ഏതാണ്ട് പറഞ്ഞതാണോ അത്? പറഞ്ഞില്ല. ഞാൻ പിണറായി വിജയനെ അവിടെ പോയി കണ്ടിട്ടില്ല, പറഞ്ഞ മനസ്സിലായി. പക്ഷെ ഞാൻ പിണറായി വിജയനെ ഫോണിൽ വിളിച്ചാൽ അദ്ദേഹം ഫോൺ ഫ്രീ ആണെങ്കിൽ ഫോൺ ഉടനെ എടുക്കും, ഫ്രീ അല്ലെങ്കിൽ ഉടൻ തന്നെ മെസ്സേജ് അതേ തന്നെ വരും, ഉടനെ ഞാൻ വിളിക്കാമെന്ന് പറയും, തിരിച്ചു വിളിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ അനുഭവം. അവരുടെ അടുത്ത് ഞങ്ങളാരും ഒന്നും യാചിച്ചു പോയിട്ടില്ല. ഇതാ അല്ല, ഞാനെന്ന വ്യക്തി എനിക്ക് താല്പര്യമില്ല. നേരത്തെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പരിഹരിക്കാൻ താല്പര്യമില്ലെന്നാണോ ഇന്ന് നമുക്ക് മനസ്സിലാവുന്നത്? ഇങ്ങനൊരു പെരുമാറ്റമൊക്കെ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഒരു സംഘടനയോട് തലപ്പത്ത് നിൽക്കുന്ന ആള്. സാറേ, ഞാൻ ചോദിച്ചിട്ട് ഇന്ന് ഈ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള വളർച്ച, എല്ലാ സംസ്ഥാനത്തും പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വളർച്ച ആരുടെ സഹായം കൊണ്ട്, ആരുടെ കോർഡിനേഷൻ കൊണ്ട് ഉണ്ടായതാണ്? ഇവിടുത്തെ സർക്കാരിൻ്റെ പൊതുമുതലാണ്? അല്ലല്ലോ. ഓരോ മത സാമുദായിക സംഘടനകൾ ഉണ്ടാക്കിയതല്ലേ ഈ പള്ളിക്കൂടങ്ങളും കോളേജും എല്ലാം, അല്ലേ? അവരെന്തിനു തള്ളിപ്പറയുന്നു? അവർ തള്ളിപ്പറയണം. അതെല്ലാവരും ഒരുപോലെ എന്തിനാ? അതിനകത്ത് ചിലപ്പം അഴിമതി കാണിക്കുന്നവരുണ്ടായിരിക്കാം. ഞങ്ങൾ എന്ത് അഴിമതിയാണ് കാണിക്കുന്നത് പറയട്ടെ. ഞങ്ങളൊരു അഴിമതിയും കാണിക്കാത്തവരെ ആ ഗണത്തിൽപ്പെടുത്തി സംസാരിക്കാമോ? ആരാണ് കാണാമോ? അത് വേണ്ട. ഞങ്ങൾ വളരെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് തന്നെ പ്രവർത്തിച്ചു പോകുന്ന ഒരു സംഘടന. അന്ന് ഈ സംഘടനയുടെ കാര്യത്തിലായിരുന്നല്ലോ നമ്മൾ കാണാൻ ശ്രമിച്ചിരുന്നത്. ഏതിന്റെ സംഘടനയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ മുഖ്യമന്ത്രി നിലയ്ക്ക് ഒരു സന്ദർശന അനുമതി തേടിയത്. NSSന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ മുഖ്യമന്ത്രി ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി. എന്നിട്ട് ആ കാര്യം തിരിച്ചു വിളിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കാര്യത്തിന് വിളിച്ചില്ല. അതിന് മുമ്പ് ആദ്യം വിളിച്ചപ്പോഴാണ് വിളിച്ചത്, പിന്നെ വിളിച്ചില്ല. പിന്നെ അയാളോട് പറയായിരുന്നു, സെക്രട്ടറിയോട് പറയായിരുന്നു എനിക്ക് അത് ഒരു കാര്യം ഞായറാഴ്ച അവിടെ എറണാകുളത്ത് ഞാൻ വരുന്നുണ്ട്, അന്നേരം കാണാമെന്ന് പറയാൻ പറഞ്ഞു. അത്ര ഞാൻ പറഞ്ഞത്, എന്നോട് സംസാരിച്ചില്ല. സാർ, ഈ ഒരു വ്യക്തി പറഞ്ഞത് കൊണ്ടാണ് അത് സംസാരിക്കാതിരുന്നത്. ആ വ്യക്തിയുടെ പേര് സാറിന് അറിയാവോ? എനിക്ക് അതിനോട് അല്ല, ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ അത് ഇവിടെ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു സമുദായമോ മതമോ അങ്ങനെ ഒരു വേർകൃത്യം ഒന്നും ഞങ്ങൾക്കാർക്കും ഇല്ല. ഒരു വ്യക്തി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയുമായിട്ട് ഒരു അകൽച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? അല്ലെ ഞാൻ എല്ലാവരുമായിട്ട് അടുപ്പമാണല്ലോ. അല്ല, അത് അദ്ദേഹത്തിന് തടി തപ്പാൻ വേണ്ടി പറഞ്ഞു ആയിരിക്കണം. പല സർക്കാരുകളിലെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു സമീപനം ആദ്യമായിട്ടാണോ ഉണ്ടാകുന്നത്? പല സർക്കാരുകളുടെയും കാലത്ത് താങ്കൾ ഇതിന്റെ ചുമതലകൾ, പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിട്ടുള്ള ആളാണ്. ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരിക്കലും NSS ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല.